എന്റെ പിതൃത്വത്തെയും ഇവളുടെ മാതൃത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ മോള് കമന്റ് ഇട്ടത്, അല്ലെങ്കിൽ മോൻ കമന്റ് ഇട്ടത്. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഈ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. ഇത് തന്നെയായിരിക്കും നിന്റെ അമ്മയോടും നിനക്ക് തോന്നുന്നത്. എന്താ ഇപ്പം അവരെ ഒന്ന് സാരി ഉടുത്തോണ്ട് നിൽക്കുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ വയറൊന്ന് ജസ്റ്റ് സൈഡ് കണ്ടാലോ നിനക്ക് ഫീൽ ചെയ്യുന്ന ഇതായിരിക്കും. അവരടുത്ത് നീ പോയി പറയുമോ, താഴെ അങ്ങ് ഊരാൻ പറയുമോ? അപ്പോൾ ബാഡ് കമന്റ് ഇട്ടവരെ തെറി വിളിച്ചുകൊണ്ട് അഭിശ്രീയും വൈഫും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കമന്റ് ഇട്ടവരെ കാട്ടിലും വലിയ തെറി വിളിച്ചുകൊണ്ടാണ് അഭിശ്രീ വന്നിട്ടുള്ളത്. ഈ കമൻ്റ് ഇട്ടവർ ഈ കമൻസിൽ എഴുതി വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് വീഡിയോ ഓണാക്കി വെച്ചിട്ട് പച്ചത്തെറി വിളിക്കുകയാണ്, സോഷ്യൽ മീഡിയയിലോട്ട് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ പച്ചത്തെറി വിളിക്കുന്നതിനോട് എന്തായാലും എനിക്ക് യോജിപ്പില്ല. നമുക്ക് പറയാനുള്ള കാര്യം പറയാം. ഇപ്പം അങ്ങനെ ഒരു കമൻസ് ഇട്ടെങ്കിൽ സൈബർ സെല്ല് വഴി ഇവർ കേസ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ലീഗലി മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനെ പോകാൻ തീരുമാനിച്ച ഒരാൾ പിന്നെ ഇതുപോലെ വന്ന് പച്ചത്തെറി വിളിച്ചു കഴിഞ്ഞാൽ അവരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? അന്നത്തെ സമയത്തെന്ന് പറഞ്ഞാൽ കപ്പിൾസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. നിനക്കൊക്കെ നാണമുണ്ടോ? ഭാര്യയും ഭർത്താവും കൂടെ തുള്ളി ജീവിക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രതികരിക്കാം, ആ ഒരു കമൻറ്റിനെതിരെ പ്രതികരിക്കാം, പക്ഷെ മാന്യമായിട്ടുള്ള രീതിയിൽ. ഈ ബാഡ് കമൻറ്റ് ഇട്ടവർ മാത്രമല്ല, നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പേര് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇമ്മാതിരി തെറി വിളിക്കുന്നത് അത്ര വലിയ അന്തസ്സൊന്നും അല്ല. ഇങ്ങനെ ഓപ്പണായിട്ട് പറയാം, അവൻ കൊണ്ട് അവളെ വിറ്റ് അല്ലെങ്കിൽ അവളെ കൊണ്ട് ആർക്കോ കാഴ്ച വസ്തുവാക്കി വെച്ചിട്ട് അവളെ ഇപ്പം സീരിയലിൽ കൊണ്ടുവന്നു, അവനും സീരിയലിലായി. വലിയ പച്ചയായിട്ട് പറഞ്ഞാൽ വേശ്യകൾ എന്നുള്ള രീതിയിൽ കമൻറ്റ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ വേൾഡ് ഫസ്റ്റ് മദർ ഞാനല്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് മദർ ആവുന്നത്. വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞാനാണോ ഡിസൈഡ് ചെയ്യേണ്ടത് ഇവൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന്? ഇവളാണ് രേണുസുതിയെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് രേണു ചേച്ചിയുടെ ചില അഭിപ്രായങ്ങളോട് അവള് പോക്ക് കേസ് വെടി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഒരു 10 വയസ്സുള്ള കുഞ്ഞു മുതൽ 60 വയസ്സുള്ള അമ്മുത്തി. അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് വിമർശിക്കാം. അപ്പം നിങ്ങൾ കാണിച്ച കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എത്ര ന്യായീകരിച്ചാലും അതൊക്കെ അരോചകമായിട്ട് തോന്നുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ഈ കുലസ്ത്രീ ആയതുകൊണ്ടൊന്നും അല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പോഴത്തെ കാലം ഒത്തിരി പുരോഗമിച്ച സത്യമാണ്. കാലം പുരോഗമിച്ചു, മാറ്റങ്ങൾ വന്നു. ഈ പണ്ടിപ്പം നിങ്ങൾ കാണിച്ച പോലെ ഇതുപോലെയുള്ള ഫോട്ടോഷൂട്ടൊന്നും പണ്ടൊന്നും ഇല്ലായിരുന്നു. അത് മാത്രമല്ല, പ്രഗ്നൻ്റ് ആയിട്ട് പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ആ വയറ് അതേപോലെ ആരും കാണിക്കത്തില്ല. പണ്ടെന്നല്ല, ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ഞാനൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഡോക്ടർമാരുടെ മുന്നിൽ ചെന്നിട്ട് നമ്മൾ ഇതുപോലെ വയറ് കാണിച്ചു കൊടുക്കണം, പരിശോധിക്കാൻ വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ പോലും നമ്മൾ ഭയങ്കര ജാളിയതോടെ, ഒരു മാതിരി നാണത്തോടെ, നമുക്ക് അറച്ച് എന്നുവെച്ചാൽ പറയാൻ പറ്റത്തില്ല, കുറച്ചൊക്കെ മടിയോടുകൂടിയായിരുന്നു ചെയ്യുന്നത്. ചെയ്യാണ്ടിരിക്കാൻ നിവൃത്തിയില്ല, ഡോക്ടറുടെ മുന്നിൽ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. അപ്പം നമ്മൾ കിടക്കാൻ നേരത്തേക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ വയറ് പരിശോധിക്കുമ്പോൾ നമുക്ക് കുറച്ച് നാണമൊക്കെ തോന്നുമായിരുന്നു അന്നത്തെ സ്ത്രീകൾക്ക്. ഇന്നത്തെ സ്ത്രീകൾ ഇത്രയും പുരോഗമിച്ചത് കൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു നാണമൊന്നും ഇല്ലാത്തത്. പിന്നെ അത് മാത്രമല്ല, വയറിങ്ങനെ തുറന്ന് കാണിക്കാനും അന്നത്തെ സ്ത്രീകൾക്ക് പറ്റത്തില്ലായിരുന്നു. അന്നത്തെ സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, ഇന്നും അങ്ങനത്തെ സ്ത്രീകളുണ്ട്, വയറ് ഇതുപോലെ കാണിച്ചുകൊണ്ട് നടക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു വയറ് ഇത്രയും എടുത്ത് കാണിച്ചപ്പോൾ അതിനകത്ത് ബാഡ് കമൻറ്റ് വരരുത് എന്ന് വാശി പിടിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. 2 തരം കമൻസും വരും. ഇഷ്ടമുള്ളവരും വരും, ഇഷ്ടമില്ലാത്തവരും വരും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ നിയമപരമായിട്ട് പോകും എന്ന് പറഞ്ഞ് പിന്നെ ഈ പെങ്കൊച്ച് പറഞ്ഞ് സൈഡ് മാത്രമല്ലേ കണ്ടുള്ളൂ. സൈഡ് മാത്രമല്ലല്ലോ, വയറ് മൊത്തത്തിൽ കാണിക്കല്ലായിരുന്നോ? ആ ഫോട്ടോഷൂട്ടിൻ്റെ പേരിൽ വയറ് മൊത്തത്തിൽ കാണിക്കുകയായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഡ്രസ്സിങ്, നിങ്ങളുടെ ഫോട്ടോഷൂട്ട് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ മൊത്തത്തിൽ കാണിക്കാൻ തയ്യാറായി വന്നു കഴിഞ്ഞാൽ കാണിക്കല്ലേ എന്ന് പറയാനായിട്ട് ഇവിടെ ആർക്കും അധികാരമൊന്നുമില്ല. പക്ഷേ അത് കണ്ടിട്ട് ചിലർ ആസ്വദിക്കും, ചിലർ ഇതുപോലെ കമൻസ് ഇടും, ചിലർ
ഒന്നും മിണ്ടാതെ നല്ല പോസിറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് പോകും. അതൊക്കെ സ്വാഭാവികം, സോഷ്യൽ മീഡിയ അല്ലേ. നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ഇടാൻ പറ്റൂ എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ. നിങ്ങൾക്ക് ആകാമല്ലോ ഇങ്ങനെ കമൻറ്റ് ഇടുന്നവർ. ഞാനൊക്കെ തന്നെ എന്തോരം പേരെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം നമ്മളെ അമിതമായിട്ട് ഇതുപോലെ ബാഡ് കമൻറ്റ് ഇടുന്നവർ നമുക്കും അങ്ങ് ബ്ലോക്ക് ചെയ്യും. അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യാനും മാത്രം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അഭിശ്രീ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അഭിശ്രീയുടെ പെരുമാറ്റങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇമാതിരി തെറി വിളിക്കുന്നുണ്ടല്ലോ, ഒട്ടും നല്ല കാര്യമല്ല. അതിന് എന്തോ വലിയ കൊമ്പത്താളാണ്, ഇനി ഈ സെലിബ്രിറ്റി ഒന്നുമല്ല, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പച്ച തെറി വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പ്രതികരിക്കും. അപ്പോൾ അഭിശ്രീ പറയുന്നുണ്ടായിരുന്നു, അഭിശ്രീ വിമർശിക്കുന്നവർ, ഈ റിയാക്ട് ചെയ്യുന്നവർ നിങ്ങൾ വെച്ചിട്ട് ആളാവാൻ നോക്കുകയാണ്, നിങ്ങൾ വെച്ചിട്ട് ബിഗ് ബോസിൽ പോകാനുള്ള തത്രപ്പാടാണ് എന്നൊക്കെ. അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് എന്ത് കിട്ടിയാലും അത് കോണ്ടൻ്റാണ്. അവരതെടുത്ത് റിയാക്ട് ചെയ്യും, നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും, ചിലപ്പം മോശമായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യും. അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇന്നിപ്പം നിങ്ങൾ വന്നിരുന്ന് 2 പേരും കൂടെ വന്നിരുന്നിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് ബാഡ് കമൻറ്റ് ഇട്ടവരെ ഇമ്മാതിരി തെറി വിളിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെ ശരീര പ്രദർശനം നടത്തുന്ന രീതിയിലുള്ള ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മറ്റുള്ളവരെടുത്ത് റിയാക്ട് ചെയ്യും, മറ്റുള്ളവർ ഇതുപോലെ വന്ന് കമൻ്റ് ഇടും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡാൻസുകൾ, സുഖപ്രസവം കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ ഡാൻസുകൾ. പണ്ടൊന്നും ഇങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജോലി ചെയ്യിക്കുക, മുറ്റം തൂക്കുക, നടക്കുക, നല്ല രീതിയിൽ വീട്ടിൽ പണിയെടുക്കുക, പണ്ട് ഗർഭിണികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇന്ന് അതിനൊക്കെ മാറ്റം വന്നു. ഇന്ന് പ്രഗ്നൻ്റ് ആകുമോ ഒരു 4 മാസമൊക്കെ കഴിഞ്ഞ് 5 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഡാൻസ് ചെയ്യുക. ഈ ഡാൻസ് ചെയ്യുക മാത്രമല്ല, ഈ ഡാൻസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം. അതൊക്കെ ഇന്നത്തെ ഗർഭത്തിൻ്റെ ഒരു ഭാഗമായി വന്നിരിക്കുകയാണ്. ഈ ഗർഭിണി ആകുന്നിടം തൊട്ട് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഗർഭിണി ആയിക്കഴിഞ്ഞാലും ആ ഒരു ഫോട്ടോ, ഇങ്ങനെ വെച്ചിട്ടുള്ള ഫോട്ടോ, വയറ് മൊത്തം ആയിക്കഴിയുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഫോട്ടോ, ഇതുപോലെ ഡാൻസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ പ്രസവിക്കാൻ കിടക്കുമ്പോൾ ആ ലേബർ റൂമിലോട്ട് കയറുമ്പോൾ ഉള്ളത്, കുഞ്ഞ് പുറത്ത് വരുന്നത് വരെ എടുത്ത് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യൽ. അപ്പം ആ പണ്ടത്തെ കാലത്ത് നിന്നും ഇത്രയധികം ഇന്ന് കാലം മാറിയിട്ടുണ്ട്. അപ്പം വയറും പ്രസവവും ഒക്കെ പുറത്ത് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അരോചകമായിട്ടുള്ളവർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻസ് ഇടും. വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ റിയാക്ട് ചെയ്യും. ഇപ്പോൾ പറയുന്ന എല്ലാവരും അങ്ങ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും. പിന്നെ ആർക്ക് കാണാനാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത്? എല്ലാവരും അങ്ങ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആർക്ക് കാണാനാണ് വീഡിയോസ് ഇടുന്നത്? എന്നാൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് നിങ്ങൾ ഫോണിലിരുന്ന് കണ്ടാൽ പോരെ. ഇതുപോലെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നിങ്ങൾ രണ്ടും കൂടി ഇരുന്നങ്ങ് കണ്ട് ആസ്വദിച്ചാൽ പോരെ. അപ്പം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് അപ്ലോഡ് ചെയ്യുന്നത്? നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ട് അല്ലേ? നാട്ടുകാർ കാണണം, അതിൽ നിന്ന് റീച്ച് കിട്ടണം, അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വേണം. ഇതിനൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? അപ്പോൾ എല്ലാവരും ഇതിനൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് അംഗീകരിക്കുക. നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ, ഇങ്ങനെ പ്രദർശിപ്പിച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടുമ്പോൾ ആൾക്കാർ ഇതുപോലെ കമൻസ് വിടും. ബിഗ് ബോസിൽ അഭിശ്രീ എന്താണെന്ന് അവിടെയും ഇതൊക്കെ തന്നെയായിരുന്നു. ഇതുപോലെ മറ്റുള്ളവരെ തെറി വിളിക്കുക, എല്ലാവരെയും ഫൈറ്റ് ചെയ്യുക, ഞാൻ എന്തോ വലിയ ആളാണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഞാൻ എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ കാണിച്ചു കൂട്ടലായിരുന്നു ആ ഒരു ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക സോഷ്യൽ മീഡിയ എന്താണെന്നും ലൈഫ് എന്താണെന്നും റീച്ച് എന്താണെന്നും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. റീച്ചിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ഇതുപോലെയുള്ള ഫോട്ടോസും വീഡിയോസും ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കമൻറ്റ്സ് വരും, നെഗറ്റീവ് വരും, പോസിറ്റീവും വരും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.